മണ്ഡലകാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതോടുകൂടി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. ഈ വർഷം ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ 25 ലക്ഷത്തോളം ഭക്തർ ഇതിനകം തന്നെ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി മടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ശരാശരി കണക്ക് പ്രകാരം ഒരു ദിവസം ഏതാണ്ട് 80,000-ഓളം ഭക്തരാണ് ദർശനം നടത്തുന്നതെന്ന് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പുല്ലുമേട് അതോടൊപ്പം തന്നെ എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണവും പ്രതിദിനം വർദ്ധിക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, ഈ കാനനപാതയിലൂടെയും അതല്ലാതെയും ശബരിമല എത്തുന്ന ഭക്തരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കാരണം മണ്ഡലകാലം അവസാനിക്കാൻ ഇനിയും 1.5 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭക്തജനത്തിരക്ക് കൂടുന്നുണ്ട്. പറയൂ മിഥുൻ, മറ്റു വിവരങ്ങൾ. ഗൗതം, സ്വാമി ശരണം. അയ്യന്റെ ഭക്തർ അയ്യന്റെ സന്നിധിയിലേക്ക് ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒഴുകി എത്തുന്ന കാഴ്ച മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ ആ കാഴ്ച കാണുന്നതാണ്. അങ്ങനെ നിലയ്ക്കാത്ത പ്രവാഹം അയ്യന്റെ സന്നിധിയിലേക്ക് ഉണ്ടാകുന്നു. ഓരോ മണിക്കൂറും തിരക്ക് വർദ്ധിക്കുന്നു. 25 ലക്ഷത്തോളം ഭക്തരാണ് ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരമാണിത്. ഔദ്യോഗിക കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ പമ്പ വഴി എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ 24,13,186 ഭക്തർ ഇതുവരെ ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ പരമ്പരാഗത കാനനപാത വഴി 1 ലക്ഷത്തോളത്തിന് മുകളിൽ ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 25 ലക്ഷത്തിന് മുകളിൽ ഭക്തർ ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനനപാതയിലൂടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 5,000-നും 6,000-നും ഇടയിൽ ഭക്തജനങ്ങൾ ഈ സത്രം പുൽമേട് പാതയിലൂടെ മാത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസവും ദിനംപ്രതി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെ തിരക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നലെ മാത്രമാണ് തിരക്കിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടത്. 65,632 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്നലെ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്കിൽ കുറവ് അനുഭവപ്പെടുകയും വലിയ ക്യൂ ഒന്നുമില്ലാതെ ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാകുകയൊക്കെ ചെയ്ത ഒരു ദിവസം. ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് തിരക്ക് കുറവ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ 3 ഞായറാഴ്ചകളിലും കുറവായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടത്. അത് സമാനമായി തന്നെ ഈ തിങ്കളാഴ്ചയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇന്ന് രാവിലെ വരെ 30,000-ഓളം ഭക്തജനങ്ങൾ ദർശനം നടത്തി. 7 മണി വരെയുള്ള കണക്കാണ്. മറ്റ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ കാനനപാത വഴി 1,20,338 ഭക്തർ ദർശനം നടത്തിയിരിക്കുന്നു. അഴുതക്കടവ് പമ്പ വഴി 37,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തിയിരിക്കുന്നു. ശരാശരി 1,500 മുതൽ 2,500 വരെ ഭക്തർ ഈ അഴുത പമ്പ വഴി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. സത്രം വഴി 64,776 ഭക്തർ ഇതുവരെ എത്തിയിരിക്കുന്നു. 5,000-നും 6,000-നും ഇടയ്ക്ക് ഭക്തരാണ് സത്രം പുൽമേട് പാതയിലൂടെ ദിനംപ്രതി സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യത വിലയിരുത്തുന്നുണ്ട്. ഇനി ക്രിസ്തുമസ് അവധിയുടെയും ഒക്കെ ദിവസങ്ങളാണ്. അതുകൊണ്ട് കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമൊക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു. മണ്ഡലപൂജയോടനുബന്ധിച്ച് കൂടുതൽ ഭക്തജനങ്ങൾ എത്തും. മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നത്. പക്ഷേ മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി തന്നെ ഈ മണ്ഡലകാലം ആരംഭിച്ച ആദ്യ നാളുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടനത്തോട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ വർധനവുണ്ട്. കഴിഞ്ഞ 3-4 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാൻ സാധിക്കുന്ന വിധമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നത്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. ഈ തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവലംബിച്ച ആ രീതി മരക്കൂട്ടം മുതൽ ക്യൂ ആരംഭിച്ചുകൊണ്ട് ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്ന രീതിയാണ്. അത് ഇപ്പോഴും ഈ തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ അവലംബിക്കുന്നുണ്ട്. ഒപ്പം നിലയ്ക്കലിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. ഈ മണ്ഡലകാലം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ ക്രമാതീതമായ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് പിന്നീട് അവലംബിച്ച മാർഗം നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം ഈ നിലയ്ക്കലിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ക്രമീകരണം നടത്തിക്കൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് ഇപ്പോഴും 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് 80-ന് മുകളിൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിൽ നല്ല തിരക്കുണ്ട്. നടപ്പന്തലിൽ അല്പസമയം കൂടുതൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്ന് ഉണ്ട്. 18-ാം പടി കയറി തുടങ്ങുന്ന ഫ്ലൈ ഓവർ തുടങ്ങുന്ന ഭാഗം മുതൽ സോപാനം വരെയുള്ള മുഴുവൻ ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇനി ഉള്ള മണിക്കൂറുകളിൽ മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ നിന്നും ക്യൂ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുക. എന്തായാലും തിരക്കിന് മാറ്റമൊന്നുമില്ല. തിരക്ക് അതേപടി തന്നെ നിലനിൽക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു. കാനനപാതകളിലൂടെ ഇനി കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു. 41 ദിവസത്തെ വ്രതമൊക്കെ നോറ്റ് കഠിനമായ കാനനപാതയിലൂടെയൊക്കെ എത്തുന്ന ഭക്തജനങ്ങൾ ഇനി ജനുവരിയോടടുത്താണ് സന്നിധാനത്തേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലപൂജയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ കാനനപാതയിലൂടെ ധാരാളം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ, 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ കാനനപാതയിലൂടെ മാത്രം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം സത്രം പുൽമേട് പമ്പ അഴുത പാതകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കൃത്യമായ നിരീക്ഷണം ഈ ഭാഗത്ത് നടത്തുന്നുമുണ്ട്. വനപാലകരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം നിരീക്ഷണത്തിലാണ് ഈ വനമേഖല ഉള്ളത്. ഒപ്പം NDRF RIF സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണം, തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഈ കേന്ദ്ര സേനയുടെ ഭാഗത്തുനിന്നും സന്നിധാനത്ത് ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിക്കൊണ്ട് തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ശബരിമല സന്നിധാനം. എന്തായാലും അയ്യപ്പ സന്നിധിയിലേക്ക് വെയിലും മഴയും ഒന്നും പ്രശ്നമല്ല, അയ്യനെ ഒരു നോക്ക് കാണുക, തിരക്ക് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നിരവധിയായ ഭക്തജനങ്ങൾ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണുന്നത്. ഓക്കെ മിഥുൻ, എന്തായാലും ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 25 ലക്ഷത്തോളം ഭക്തർ ഇതിനകം തന്നെ അയ്യപ്പനെ കണ്ട് തൊഴുത് കഴിഞ്ഞിരിക്കുന്നു ഈ മണ്ഡലകാലത്ത്. ഇനിയും മണ്ഡലകാലം 1.5 ആഴ്ചയുണ്ട്. അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുകയാണ്. അപ്പോഴേക്കും വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് സ്വാഭാവികമായും ശബരിമല സന്നിധാനത്തുണ്ടാകും. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്നും ചേർന്നത്.